ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗ് എന്ന സിനിമയിൽ ഒരു പ്രധാന കക്ഷിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കലാഭവൻ മഞ്ചാണ് നമ്മൾ കൊണ്ടുവന്നത്. വെൽക്കം ടു മാപ്സ്റ്റിക് മൂവി. വെൽക്കം ടു മാപ്സ്റ്റിക് മൂവി. താങ്ക് യു. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ഈ സിനിമ അഷ്റഫ് വിളിക്കുന്നത് സൗഹൃദമാണ്, വർഷങ്ങളോടുള്ള സൗഹൃദമാണ്. അദ്ദേഹം വിളിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. എന്താണ് സിനിമയുടെ ക്യാരക്ടർ? ആന്റണി കാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് നായികയുടെ അച്ഛനാണ്. നല്ല ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. ഇത് ഭയങ്കര ലവൽ ഫാദറാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആദ്യം ഇതിൽ പ്രണയത്തെ എതിർക്കുകയും പിന്നെ സപ്പോർട്ട് ചെയ്യണമൊക്കെ ആയിട്ടുള്ള നെഗറ്റീവായിട്ട് തോന്നുന്നു. പക്ഷേ നെഗറ്റീവല്ല കാര്യം. ഒരുപാട് സിനിമകളിൽ നമ്മളിപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എന്താണ് വ്യത്യസ്തമായിട്ട് തോന്നിയത്? ഈ സിനിമയുടെ പ്രമേയം തന്നെ വ്യത്യസ്തമാണ്. നിലവിലുള്ള പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 40 വർഷം മുമ്പുള്ള ഇതുപോലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. മൊബൈലോ അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലാത്ത ഫോൺ, വലിയ ലാൻഡ് ഫോണിൽ കൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആ കാലത്തെ പ്രണയവും ഇപ്പോഴത്തെ പ്രണയവും തമ്മിൽ എൻ്റെ ഡിഫറൻ്റ് അല്ലേ? മാറ്റം വന്നെന്ന് തോന്നുന്നുണ്ടോ? പഴയ പ്രണയം ഇപ്പോഴത്തെ പ്രണയം? ഇപ്പോഴത്തെ പ്രണയം കുറച്ചുകൂടി ഇതായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റല്ലേ പ്രണയമൊക്കെ. അത് സമയം എടുക്കും. അന്ന് ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞാൽ കത്ത് വരണം, കത്ത് എഴുതണം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞിട്ട് പറയാൻ സമയം എടുക്കും. പറഞ്ഞാൽ തന്നെ മറുപടി വരാൻ ചിലപ്പോൾ സമയം എടുക്കും. പ്രണയത്തിലൊരു ട്രൂത്ത്നെസ് ഒക്കെ പോയി തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു പ്രണയത്തിൽ? അതിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ തലമുറക്ക് തോന്നണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഇതായിട്ട് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രണയിച്ചാൽ മതി. അന്ന് മറ്റേ പ്രണയം എന്ന് പറഞ്ഞാൽ കത്തിലൂടെയുള്ള ഭാഷയും പിന്നെ കത്തിൻ്റെ കാത്തിരിപ്പ്, പോസ്റ്റ്മാനെ കാത്തിരിപ്പ്. ഇന്നതൊന്നും വേണ്ട. പിന്നെ ഫോണെന്ന് പറഞ്ഞാൽ ട്രങ്ക് ബുക്കിംഗ് ഒക്കെ വേണം ദൂരെയാണെങ്കിൽ. പിന്നെ ഫോണുള്ള വീടുകൾ കുറവായിരിക്കും അന്ന്. ആ ഫോണില്ലാത്ത പ്രണയമായിരിക്കും. അപ്പോൾ മിക്ക വീടുകളിലും ഫോണില്ല അന്ന്. ഒരു ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ അവിടെ വല്ല 1-2 വീട്ടിലൊക്കെ ഫോണുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ ഒരു സ്ട്രഗിളാണ് നമ്മുടെ ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ ടൈറ്റിൽ അടിയന്തരാവസ്ഥക്കാലത്ത് അനുരാഗെന്നാണ്. അപ്പോൾ അത്രത്തോളം സ്ട്രഗിൾ അനുഭവിക്കുന്ന 2 പ്രണയിനികളാണോ ഇതിൽ? ആണ്. ഈ ഒരു കഥ പറഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? കഥ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ പുതുമയുണ്ട്. പഴയ കാലഘട്ടമല്ലേ. ശരിക്കും പഴയ കാലഘട്ടത്തിൽ സിനിമകൾ എടുക്കാനാണോ അത് ഇപ്പോഴത്തെ ഒരു ഇത് കാണിക്കാനാണോ പാടായിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, അങ്ങനെ ഇതൊരു ഹിസ്റ്റോറിക്കൽ സിനിമ ഒന്നുമല്ല. കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാറുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ മാറ്റങ്ങളുണ്ടാവും. അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിന് മാറ്റം ഉണ്ടാവും. അല്ല, അങ്ങനെയുള്ള ഒരു ഏരിയയാണ് കണ്ടുപിടിച്ച പുള്ളി. ഇപ്പോഴും അങ്ങനത്തെ ഏരിയ ഉണ്ട് നമ്മുടെ വക്കത്ത്, വർക്കലടുത്തൊരു വക്കം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ലയിൽ, അവിടെയാണ് എൻ്റെ ഷൂട്ട് നടന്നത്. ശരിക്കും ആ 70s ഫീലാണ് അത് സംഭവം ഉണ്ടായത്. ഇപ്പോഴും അവിടെ വികസനം. പിന്നെ ഒരു കായലിൻ്റെ തീരത്താണ്. ഈ 2 ക്രിസ്തീയ കുടുംബങ്ങളാണ് പ്രധാനം. അവരിലൂടെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു പഴയ കാലത്തേക്ക് ഫീലൊക്കെ കിട്ടി. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതെ. ഹ്യൂമർ ഒട്ടുമില്ല. ഹ്യൂമർ ഇല്ല. പക്ഷെ ഹ്യൂമർ ചെയ്താണ് സിനിമയിൽ വന്നത്. ഹ്യൂമർ ഇല്ലാത്തൊരു ഞാൻ ഹ്യൂമറില്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ചെയ്തു. അപ്പോൾ ഏതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്? ഇപ്പം എല്ലാം കംഫർട്ടബിളാണ്. പിന്നെ എനിക്കൊരു അഭിനയ സാധ്യതയുള്ള കഥാപാത്രം ചെയ്യാനാണ് ഇഷ്ടം. ഇതിലെങ്ങനെ അഭിനയ സാധ്യതയുണ്ട്? സാധ്യതയുള്ളൊരു സിനിമയാണ്.